നിലവിൽ ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ പാമ്പിന്റെ ശല്യമുള്ള സ്ഥലമായിരുന്നു. പാമ്പിനെ ഇടയ്ക്കൊക്കെ പറമ്പിലൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ വഴിയിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. വീടിൻ്റെ ഉള്ളിൽ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പിനെ തന്നെ ഇതിനു മുമ്പ് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, പറമ്പിലും ഇങ്ങനെ സൈഡിലൊക്കെ കാണാറുണ്ട്. എൻ്റെ പഴയ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. നിലവിലിപ്പം പരിശോധന നടത്തിയിട്ട് അവരെന്താണ് പറഞ്ഞത്? അവർ പറയണത് ആ ബാത്റൂമിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് മൊത്തം നോക്കാമെന്നാണ് പറയണത്. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ തന്നെ നമുക്ക് അവർ മൊത്തം സീൽ ചെയ്തിട്ട് മൊത്തം ഇനി ഉള്ളത് എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ തന്നെ പുറത്തേക്ക് വരാത്ത രീതിയിലാക്കിയിട്ട് സേഫായിട്ട് ചെയ്യാമെന്നാണ് പറയണത്. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന മകൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? കുഴപ്പമില്ല, അവനെ എൻറ്റിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചവൻ, വെള്ളം കുടിക്കുക. നമ്മളിനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഇനി നിരന്തരമായി പാമ്പിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ താമസം അടക്കം തടസ്സം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം നമുക്ക് ഒരാൾ നഷ്ടപ്പെട്ടതല്ലേ. ഇനിയിപ്പോൾ അവനെ ഇവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് വിശ്വാസത്തില്ല ഞങ്ങളായാലും ഇവിടെ അങ്ങനെ കിടക്കുക. അപ്പോൾ നമുക്കതൊരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇനി ഇവിടെ താമസിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നോക്കിയിട്ട് എല്ലാം ഇനി എന്തെങ്കിലും ഗ്യാപ്പുകളടക്കുകയോ അല്ലെങ്കിൽ സൈഡുകളൊക്കെ കോൺക്രീറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സേഫാക്കിയിട്ട് നമുക്ക് ഇനി വരുന്നില്ല, ചിലപ്പോൾ വരായിരിക്കാം, നമ്മൾ ഇത് പറയാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്നത് നമ്മളിതിൽ ചെയ്ത് ഇതാക്കിയതിന് ശേഷമാണ് നമ്മളിവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ പാമ്പ് എത്തുന്നില്ല എന്നൊരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളിവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നിലവിലിപ്പോൾ അവർ പറയുന്നത് ഈ കരിങ്കല്ല് അതിനുള്ളിൽ കിടങ്ങാനൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം അവിടെ ഓട്ടയുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ പാമ്പിന് കരിങ്കല്ലിനുള്ളിൽ കൂടെ ആ അറ്റത്ത് നിന്ന് ചിലപ്പോൾ ഇവിടെ വരെ വരാം. കാരണം കണക്റ്റഡായിട്ട് ഓട്ടകളാണ്. കല്ല് നമ്മൾ പരിക്കണം ഇട്ടിട്ടില്ല, വേറെ കല്ലടക്കി വെച്ചിട്ടാണല്ലോ കരിങ്കല്ല് തറ പണിയുന്നത്. അപ്പോൾ അവിടെ തൊട്ട് ഇവിടെ വരെ ഹോളുകൾ ഉണ്ടാവാം. അത് നമുക്ക് ഉറപ്പായിട്ടും ഇനി അതിൻ്റെ ഉള്ളിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തേക്ക് വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഡോക്ടർമാർ ഇപ്പോൾ ആശുപത്രിക്കാരുന്ന മകൻ്റെ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഓക്കെ അല്ലേ? അവൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നാണ് പറയണത്. കാരണം അവനെ നല്ല രീതിയിൽ അവർ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് അവന് പ്രത്യേകം കെയർ കൊടുത്തിട്ടാണ് അവർ നോക്കണത്. അവനെ അതിനുള്ളതുണ്ട്. പെട്ടെന്ന് ആൾ ഇതായി വരുന്നുണ്ട്, ഓക്കെ വരുന്നുണ്ട്. ഇന്നലെയൊക്കെ ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പോഴാണ് ഇനിയിപ്പം ഈ പരിശോധന കഴിഞ്ഞ ശേഷം ആശുപത്രിയിലേക്ക് പോകണം. അതായത് ഇനിയും ഇവിടെ ഈ പാമ്പിന്റെ സാന്നിധ്യം അത് അവരുടെ ഭയപ്പെടുത്തുന്നുണ്ട്, ഇവിടെ താമസിക്കുന്നതിനും ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ പാമ്പിന്റെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ഇവിടെ താമസയോഗ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും തൃശ്ശൂർ കോടാലിൽ നിന്നും ജിബിനൊപ്പം മനീഷ് മാത്യു, ന്യൂസ് മലയാളം.